ഡോക്ടറിന് ഉച്ചയെടുക്കുമ്പോൾ ഇവിടുത്തെ തൃപ്പൂണിത്തുറയിലെ ഫിഷീസൻ ഡോക്ടറില്ലേ ആ ഡോക്ടർ എന്താണ് ഞങ്ങൾ 3-4 മാസമായിട്ട് ചമ്മന്തി അരച്ച് കഞ്ഞി കുടിക്കണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ എന്താ അങ്ങനെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പറയുന്നത് ആരോ ഫോണിൽ അടിച്ചു കൊടുത്തു, അതിലൊക്കത്തുള്ളവരാരാണ് ആ ഡോക്ടർ കാണിച്ചു തന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് റേഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന അതിന് ബ്ലഡ് ഛർദ്ദിച്ചിട്ട് അത് 5 ദിവസം ഇട്ടായിരുന്നു ഇവിടെ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അത് കുത്തരിച്ചോറ് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിന് കഞ്ഞി കൊടുത്തപ്പോഴത്തേക്ക് അത് ഒരു ഉച്ച ടൈമായി, ഒരു 12 മണിയായിട്ടുണ്ട്. അന്നേരം പിന്നെ അത് ബ്ലഡ് ഛർദ്ദിച്ച് ആശുപത്രി കൊണ്ടുവന്ന് വൈകുന്നേരം. ചേച്ചിക്ക് സ്വന്തം വീടുണ്ടോ? സ്വന്തം വീടുണ്ട്, പക്ഷെ അതിപ്പോൾ വൃത്തിയാകാനിരിക്കും. അത് മക്കളെ കെട്ടിച്ചതാണല്ലോ. അന്നേരം 75,000 രൂപ കൊടുക്കാനുണ്ടായുള്ളൂ. ബാക്കി പിന്നെ ആ കൊറോണയുടെ ടൈമിന് കൊടുക്കാൻ പറ്റിയില്ല. അന്നേരം പറഞ്ഞ് ഇപ്പോൾ പറയണത് 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. മരുമകൻ ചോദിക്കുന്നോ? ആര് ചോദിക്കുന്നു? ബാങ്കുകാർ. എത്ര ലക്ഷം രൂപ എടുത്ത ലോണ്? ഞങ്ങളാകെ പിന്നെ 2.25 ലക്ഷം രൂപ എടുത്തുള്ളായിരുന്നു. അതിലാണ് ബാക്കി 75,000 രൂപ കൊടുക്കാനുണ്ടായത്. അതിനാണിപ്പോൾ പറയണത് 5 ലക്ഷം രൂപ ഇട്ടുണ്ട്, അല്ലാണ്ട് ജപ്തിയൊക്കെ എന്നിട്ടാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്, ഒരു ലോൺ എടുത്ത ആൾക്കാരുടെ വീട് ജപ്തി ചെയ്യാൻ പാടില്ല എന്നൊരു വിധി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോൺ എടുത്തത് കൊണ്ട് അടച്ചില്ല എന്ന് വെച്ചാൽ അവർ നമുക്ക് സാവകാശം തരും, പയ്യെ അടച്ചാൽ മതി, ജപ്തി വരില്ല കേട്ടോ, പേടിക്കേണ്ട. നമ്മൾ കുറച്ച് ടി വിയിൽ വാർത്തകൾ കാണണം, കുറച്ച് പത്രം വായിക്കണം, അപ്പോഴൊക്കെ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതറിയാണ്ട് ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാണ്ട് നമ്മൾ ഓരോ ദിവസം കടന്നു പോകും. നമ്മുടെ മനസ്സിൽ ആദിയിൽ നിന്ന് നമുക്ക് ടെൻഷനിൽ നിന്ന് നമുക്ക് രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അറിയണം. അപ്പോൾ അതോർത്തിനും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ബില്ലുകാർ തന്നെ എന്നോട് പറഞ്ഞ് 3 ദിവസമായി കറണ്ട് ബില്ല് ഊരിക്കൊണ്ട് പോയിട്ട് കറണ്ട് ബില്ല് ഞാൻ കൊണ്ടുപോകുന്നതിന് 430 രൂപ അടച്ചാൽ മതി കേട്ടോ. അവർ വന്ന് ഫീസ് ഊരിക്കൊണ്ട് പോയി. ഫീസ് ഊരിക്കൊണ്ട് പോയോ? ഫീസ് ഊരിക്കൊണ്ട് പോയി. എത്ര ദിവസമായി അടയ്ക്കാഞ്ഞിട്ട്? 2 ദിവസമായുള്ളൂ. വേണ്ട എന്നിട്ട് പറയുന്നത് ഇനി കാശ് കൊണ്ട് നിന്ന് അടക്കണം, അല്ലെങ്കിൽ കറണ്ട് കട്ട്. KSEBക്കാരുടെ അനാസ്ഥയാ. 400 നോക്കിയേ, 400 എത്രയാ? 430 രൂപ, 32 രൂപ അടയ്ക്കേണ്ടതിന് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഈ ചേച്ചിയുടെ കറണ്ട് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയത്ര വീട്ടിൽ. എന്ത് കഷ്ടമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമോ? കിടന്നുറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനിട്ട് ബില്ല് എന്നോട് പറഞ്ഞു ആരെങ്കിലും ചോദിക്കുക, എന്നിട്ട് കൊണ്ട് കറണ്ട് ബില്ലടക്കം. പള്ളിയിൽ നിന്ന് സഹായം വല്ലതും ചെയ്യുമോ? ഇവിടെ നിന്നൊന്നും സഹായം ചെയ്യല. ഒരു പ്രാവശ്യം വടക്കേക്കോട്ടയിൽ അച്ഛനുണ്ടല്ലോ, ആ അച്ഛൻ ഇതേപോലെ ഞാൻ 5 ദിവസം ഇതേപോലെ കറണ്ട് ബില്ല് അടക്കാനുണ്ടായി. 3 മാസത്തെ കാശ്, അത് 1400 രൂപയായിരുന്നു. ആ കാശ് അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് പുള്ളി പേരൊക്കെ എഴുതിച്ചൊരു ഇതിന്മേൽ പിന്നെ സ്ലിപ്പ് എഴുതിച്ചിങ്ങനെ എന്നിട്ട് ഒപ്പിടിപ്പിച്ചിട്ട് ആ കാശ് തന്നിട്ട് ചെന്നുകൊണ്ട് വണ്ടിക്കാശും തന്നു. പുള്ളി 1500 രൂപ തന്നു. 1400 രൂപ അവിടെ അടക്കണമായിരുന്നു. അത് അടച്ചു കൊണ്ടുപോയി. അച്ഛൻ പറഞ്ഞ് കുഴപ്പമില്ലാതെ അടച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാനിട്ട് കഞ്ഞി കുടിച്ചും 12:30 വേഗം ബസ് കയറി പോയായിരുന്നു. അതുകൊണ്ട് നടക്കാവിൽ ഇറങ്ങിയിട്ട് ഒന്ന് നേരെ പടിഞ്ഞോട്ട് പോകണം. കുറച്ച് നടപ്പുണ്ട് അങ്ങോട്ട്. അവിടെ ചെന്നാണ് അടച്ചത്. നമ്മളെന്ത് പറയാനാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനെ എപ്പോഴും പറയണം ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാം അത് കേട്ടോ. ഇപ്പോൾ കറി പോലും ഒന്നും വെക്കാൻ പറ്റാത്തൊരു രീതി. എന്തുവാ? ഈ റേഷൻ കിട്ടണതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കണം. പക്ഷെ റേഷൻ കടയിൽ നിന്ന് അരി മാത്രമേ കിട്ടുള്ളൂ, പയറ് പരിപ്പ് അങ്ങനെയൊക്കെ കിട്ടുമോ? ഇല്ല, ഒന്നും കിട്ടൂല. ഇല്ല. ഗോതമ്പ് പൊടി, പിന്നെ ഒരു ആട്ടപ്പൊടി തരും. ആട്ടപ്പൊടി അത്രേ ഉള്ളൂ. അതിന് 15 രൂപ മേടിക്കും. ഓ അത് ശരി. അപ്പോൾ വേറെ ഒന്നും റേഷൻ കടയിൽ നിന്ന് വേറെ ഒന്നും കിട്ടത്തില്ല? ഇപ്പോൾ ഒന്നും കിട്ടാറില്ല. നേരത്തെയൊക്കെ മണ്ണെണ്ണയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നാലും ഇപ്പോൾ പഞ്ചസാര, മണ്ണെണ്ണ, അങ്ങനെ ഓയില്, ഗോതമ്പ് പൊടി, പയറ് പരിപ്പ് ഒന്നും നമുക്ക് റേഷൻ കടയിലില്ല. ഈ അരി മാത്രമാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കുത്തരിയാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചാക്ക് തന്നായിരുന്നു. ആ വെള്ളരി ആ ചേട്ടനുകൊണ്ട് വെച്ച് കൊടുക്കണം പറഞ്ഞു. ഓക്കെ അതാണ് പിന്നെ കുഴപ്പമില്ല. ശരി ചേച്ചി, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാം.